ക്രിക്കറ്റിൽ പിന്തുടർന്ന് ജയിക്കുക എന്നത് എപ്പോഴും സമ്മർദ്ദമുണ്ടാക്കുന്ന കാര്യമാണ്. റൺ നിരക്കിൻ്റെ സമ്മർദ്ദത്തിനൊപ്പം വിക്കറ്റ് കളയാതെ സൂക്ഷിക്കുക എന്ന സമ്മർദ്ദവും ബാറ്റ്സ്മാനുമേലുണ്ട്. എന്നാൽ പിന്തുടർന്ന് ജയിക്കുന്നതിൽ ഇന്ത്യയുടെ വിരാട് കോഹ്ലിക്കുള്ള മിടുക്കിനെ പറ്റിയാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം ചർച്ച ചെയ്യുന്നത്. എന്താണ് കോഹ്ലിയെ മറ്റു താരങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്? ഇക്കാര്യം നമുക്ക് വിശദമായി പരിശോധിക്കാം. ഏഷ്യാനെറ്റ് ന്യൂസ് സ്പോർട്സ് എഡിറ്റർ ജോബി ജോർജ് നമുക്കൊപ്പം ചേരുന്നു. ജോബി, ക്രിക്കറ്റിൽ റൺ പിന്തുടർന്ന് ജയിക്കുക എന്നത് എപ്പോഴും സമ്മർദ്ദമുള്ള കാര്യമാണ്. സമകാലീന ക്രിക്കറ്റിൽ ഏതൊക്കെ ബാറ്റ്സ്മാൻമാരാണ് റൺസ് പിന്തുടർന്ന് ജയിക്കുമ്പോൾ സമ്മർദ്ദമില്ലാതെ കളിക്കുന്നവർ? ആരാണ് ഇക്കാര്യത്തിൽ കേമൻ എന്ന് പറയാവുന്ന താരങ്ങൾ? ശരിക്കും നമുക്കറിയാം 90കളിൽ സച്ചിനാണോ ലാറയാണോ കേമൻ എന്നുള്ള ചോദ്യം ഉയർന്നപ്പോൾ ഏറ്റവും ഒരുപക്ഷെ ആരാധകർ ലാറെ പിന്തുണച്ചിരുന്ന ആളുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് സച്ചിൻ 4ാം ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് സമ്മർദ്ദം അതിജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ തീർച്ചയായും 4ാം ഇന്നിങ്സ് അല്ലെങ്കിൽ റൺ ചേസ് ചെയ്യുമ്പോൾ ഒരു ബാറ്റ്സ്മാൻ എങ്ങനെ ബാറ്റ് ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ്നെസ് ഡിഫൈൻ ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. പലപ്പോഴും ആദ്യ ഇന്നിങ്സിൽ നമുക്കറിയത്തില്ല എത്രയാണ് പാർ സ്കോർ എത്രയാണെന്ന് അറിയില്ല, അതുകൊണ്ട് സമ്മർദ്ദമില്ല. എന്നാൽ രണ്ടാമത്തെ ഇന്നിങ്സിൽ ഒരു ടാർഗറ്റ് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്, അതിനൊപ്പം എത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കൂടെ നിൽക്കുന്ന ബാറ്റ്സ്മാൻമാരെ ആ ടാർഗറ്റിൽ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതുണ്ട്. അത്തരത്തിൽ ബാറ്റിങ്ങിനൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരു ബാറ്റ്സ്മാനൊപ്പം ചെയ്യേണ്ടി വരുന്നുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ പലപ്പോഴും പല പ്രമുഖ ബാറ്റ്സ്മാൻമാരും സമ്മർദ്ദത്തിലാകുന്നത് കണ്ടിട്ടുണ്ട്. നമുക്ക് ജാവേദ് മിയാൻഡാർ മുതൽ മൈക്കൽ ഭവൻ, മൈക്ക് ഹസി തുടങ്ങിയ ആളുകൾ കൃത്യമായി ഏകദിന ക്രിക്കറ്റിൽ മറ്റും ഈ ഒരു കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ നല്ല ഫിനിഷേഴ്സായി വന്നിട്ടുണ്ടെങ്കിലും സമീപകാലത്ത് കോഹ്ലിയാണ് ഏറ്റവും നല്ല ഫിനിഷർ എന്നൊരു തോന്നലാണ് ശക്തമാകുന്നത്. ജോബി, ഇക്കാര്യത്തിൽ വിരാട് കോഹ്ലിയെ വ്യത്യസ്തനാക്കുന്ന ഘടകം എന്താണ്, പ്രത്യേകിച്ചും റൺസ് ചേസ് ചെയ്യുമ്പോൾ? അതെ, കോഹ്ലിയുടെ ഏറ്റവും വലിയ ശക്തി അദ്ദേഹം പാനിക് ആവുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഒരു ഇന്നിങ്സിന് വരുമ്പോൾ തന്നെ അതിന് കൃത്യമായ പദ്ധതികളുണ്ട്. ഏത് ബോളറെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാം, ഏത് സമയത്താണ് ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്, ആ പിച്ചിൻ്റെ സ്വഭാവം മനസ്സിലാക്കി കളിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. നമുക്കറിയാം കോഹ്ലി കരിയർ തുടങ്ങിയ സമയത്ത് അദ്ദേഹം സ്വീപ്പ് ഷോട്ടുകൾ കളിക്കുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്ത് ഇന്നിങ്സുകൾ എടുത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. എന്നാൽ സമീപകാലത്തേക്ക് വരുമ്പോൾ അദ്ദേഹം പന്ത് നന്നായി സ്വീപ്പ് ചെയ്യാൻ സ്പിന്നേഴ്സിനൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റീവ് ഷോട്ടായിട്ട് അത് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല പ്രധാനപ്പെട്ട മത്സരങ്ങളിലും കൃത്യമായി അദ്ദേഹം ഏത് ബോളറെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, അതായത് എതിർ ടീമിൻ്റെ ക്യാപ്റ്റനെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ കോഹ്ലി മുൻകൂട്ടി മനസ്സിലാക്കുന്നത് പോലെ പലപ്പോഴും തോന്നാറുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നിങ്സിൻ്റെ തുടക്കത്തിൽ മുതലേ അദ്ദേഹം സിംഗിളുകളും മറ്റും എടുത്ത് അല്ലെങ്കിൽ ആദ്യം മുതലേ വലിയ ബൗണ്ടറികൾ പോകാറില്ല. കോഹ്ലി തന്നെ സമീപകാലത്ത് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് മറ്റ് പല ബാറ്റ്സ്മാൻമാരെ പോലെ സിക്സ് അടിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ബൗണ്ടറിയാണ് കൂടുതൽ അടിക്കുക. അപ്പോൾ ആദ്യം തന്നെ അദ്ദേഹം സിംഗിളുകളും ഡബിളുകളും എടുത്ത് സ്ട്രൈക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് വഴി അദ്ദേഹം വലിയ റിസ്ക് എടുക്കാതെ കളിക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് മറ്റുള്ള ബാറ്റ്സ്മാരിൽ ഉള്ള ഒരു പ്രത്യേകത. അതോടൊപ്പം തന്നെ മറുവശത്ത് വിക്കറ്റുകൾ വീഴുന്ന ഒന്നും തന്നെ അദ്ദേഹത്തെ ബാധിക്കാറില്ല. അത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആക്രമിച്ച് കളിക്കുമ്പോൾ തന്നെ പരമാവധി റിസ്ക് ഒഴിവാക്കി കളിക്കുക എന്നാണ് കോഹ്ലി പിന്തുടർന്നൊരു ശൈലി അല്ലേ? അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. റിസ്ക് ഫ്രീ ആയുള്ളൊരു ഒരു ഒരു ബാറ്റിംഗ് ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ. പലപ്പോഴും ആദ്യം തന്നെ അദ്ദേഹം സിംഗിൾ എടുത്ത് അപ്പുറത്ത് നിൽക്കുകയാണ് ചെയ്യാറുള്ളത്. പലപ്പോഴും നമുക്കറിയാം പല ബാറ്റ്സ്മാനും ക്രീസിലെത്തി സെറ്റിൽ ചെയ്യാൻ കുറേ അധികം പന്തുകൾ, ഡോട്ട് ബോളുകൾ വരാറുണ്ട്. ഓസ്ട്രേലിയക്കെതിരെ കഴിഞ്ഞ 2020 ലോകകപ്പിൽ തന്നെ അദ്ദേഹം 44 പന്ത് കളിച്ച് 3 ഡോട്ട് ബോൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം സിംഗിൾ എടുക്കുന്നതെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ അദ്ദേഹം സഹായിക്കുന്നു, സിംഗിളുകൾ ഡബിളുകളാക്കി കൺവേർട്ട് ചെയ്യുന്നു. അതൊക്കെ തന്നെ എതിർ ക്യാപ്റ്റൻ്റെ ഫീൽഡ് സെറ്റിങ്ങിനെ ബാധിക്കും, ബോളറുടെ ഹൃദയത്തെ തകർക്കും. അങ്ങനെ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ബൗണ്ടറികൾ നേടുന്നു അല്ലെങ്കിൽ ആ രീതിയിൽ മത്സരം ഫിനിഷ് ചെയ്യുന്നുള്ളതല്ല, അദ്ദേഹം സിംഗിളുകളിലൂടെയും ഡബിളുകളിലൂടെയും എതിർ ടീമിൻ്റെ താളം തെറ്റിച്ച ശേഷം അവസാനം കൃത്യമായി ബോളറെ മനസ്സിലാക്കി വലിയ ഷോട്ടുകൾക്ക് പോകുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ കോഹ്ലിയെ മറ്റ് ഫിനിഷേഴ്സിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതെന്ന് തോന്നുന്നു. 2020 ലോകകപ്പുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും വിശകലനങ്ങളും ഏഷ്യാനെറ്റ് ന്യൂസ് .tvയിൽ തുടർന്നും കാണാം. കൂടുതൽ വിശേഷങ്ങളും വിശകലനങ്ങളും വാർത്തകളും അറിയാൻ ഞങ്ങളുടെ 2020 ലോകകപ്പ് പ്രത്യേക വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം: asianetnews.tv/worldT20. നന്ദി.